ഹായ് ആൾ നമസ്കാരം. NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് +1 ക്ലാസ് 11 സുവോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ലിവിംഗ് വേൾഡ് എന്നാണ്. 2 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എപ്പിസോഡാണ്. ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്ന ചെറിയ ഒരു കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. നേരിട്ട് ഒരിക്കലും മൂന്നാമത്തെ എപ്പിസോഡ് കാണരുത്. എപ്പിസോഡ് നമ്പർ 1 കഴിഞ്ഞിട്ട് 2 കാണുക, 2 കഴിഞ്ഞിട്ട് 3 കാണുക, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയി കാണുക. ഏകദേശം 4 എപ്പിസോഡുകൾ മാത്രമേ ഈ ചാപ്റ്ററിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു NV ബയോളജി ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോ ലെസണിലേക്ക്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇതാണ് മക്കളെ ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് ഇതാണ്. ഏതൊക്കെയാണ് ടാക്സോണമിക്കൽ കാറ്റഗറി? കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിനെ മൊത്തം വിളിക്കുന്ന പേരാണ് ടാക്സോണമിക്കൽ കാറ്റഗറീസ്. ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ടാക്സോണമിക് കാറ്റഗറി. അപ്പൊ ഈ കാറ്റഗറിയിലേക്ക് ജീവികളെ നമ്മൾ ഇങ്ങനെ തരംതിരിക്കുകയാണ് ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ട് ജീവികളെ ഈ വിഭാഗങ്ങളിലേക്ക് ഇങ്ങനെ തരംതിരിക്കുക. അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം ഇൻടു ഡിഫറെന്റ് കാറ്റഗറി. ഈ കാറ്റഗറിയെ ഇതിലെ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് മക്കളെ, ഈച്ച് കാറ്റഗറി ഈസ് കാൾഡ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ ഓരോ കാറ്റഗറിയും വിളിക്കും യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും. ഓർ ഇറ്റ് റെപ്രസെന്റ് എ റാങ്ക്. ഇത് ലോവസ്റ്റ് റാങ്ക് ആണ്, ഇത് ഹയസ്റ്റ് റാങ്ക് ആണ്, ഇത് തൊട്ടുമുന്നത്തെ റാങ്ക്, തൊട്ടുമുന്നത്തെ റാങ്ക്, തൊട്ടുമുന്നത്തെ റാങ്ക്, തൊട്ടുമുന്നത്തെ റാങ്ക്, തൊട്ടുമുന്നത്തെ റാങ്ക്, ഹയസ്റ്റ് റാങ്ക്. ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ഏതാ? സ്പീഷീസ്. ഈ ഓരോ റാങ്കിനെയും അല്ലെങ്കിൽ ഈ ഓരോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോൺ എന്ന് പറയുന്നത്. പ്ലൂരൽ പറയും ടാക്സ എന്ന് പറയും. അപ്പൊ സിംഗുലർ എന്താ? ഇതൊരു ടാക്സോൺ, ഇതൊരു ടാക്സോൺ, 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 ടാക്സോൺ. വേറെ ഒരു റാങ്ക് എന്ന് വിളിക്കാം. ലോവസ്റ്റ് റാങ്ക് ഏതാ? സ്പീഷീസ്. ഹയസ്റ്റ് റാങ്ക് ഏതാ? കിങ്ഡം. സോ ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി. ഇത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാനുണ്ടോ? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. മലയാളത്തിൽ പറയും ആരോഹണക്രമം അവരോഹണക്രമം ഇതിലൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടാക്സോണമിക്കൽ കാറ്റഗറി നിർബന്ധമായും ഇത് പഠിക്കണം. ഏതൊക്കെയാണ് ടാക്സോണമിക്കൽ കാറ്റഗറി? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ചിലപ്പോൾ എക്സാമിന് എങ്ങനെയായിരിക്കും ചോദിക്കാറ്? ഇത് ആകെ ഡിസോർഡർ ആക്കി തരും, എന്നിട്ട് നിങ്ങളോട് അത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ സ്പീഷീസ്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ചെടികളില് പ്ലാന്റ്സില് നമ്മൾ ഫൈലത്തിന് പകരം ഉപയോഗിക്കുന്ന ടേം ആണ് ഏതെന്ന് പറയുന്നത്? ഡിവിഷൻ എന്ന് പറയും. ആനിമൽസിലല്ല, ചെടികളിൽ ഡിവിഷൻ എന്ന് പറയും. അപ്പൊ ചെടികളിൽ എങ്ങനെയായിരിക്കും? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം. ആനിമൽസിൻ്റെതോ? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇതിനെ മൊത്തം വിളിക്കുന്ന പേര് ടാക്സോണമിക് കാറ്റഗറീസ്. ഈ അറേഞ്ച്മെന്റ് ആണ് ടാക്സോണമിക് ഹയറാർക്കി. ഇതിൽ ഓരോന്നിനെയും വിളിക്കുന്ന പേര്. ഈച്ച് കാറ്റഗറി റെപ്രസെന്റ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ വിച്ച് ഈസ് റെഫേർഡ് ആസ് എ റാങ്ക്. ലോവസ്റ്റ് റാങ്ക് ഏതാ? സ്പീഷീസ്. ഹയസ്റ്റ് റാങ്ക് ഏതാ? കിങ്ഡം. ഇതിൽ ഓരോ റാങ്കിനെയും വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ടാക്സോൺ എന്ന് പറയുന്നത്. ടാക്സോണിന്റെ പ്ലൂരൽ ബഹുവചനം നമ്മൾ ടാക്സ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഓരോ ടാക്സോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകാം. ആദ്യം ഏത് ടാക്സോണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സ്പീഷീസ്, പിന്നെയോ ജീനസ്, പിന്നെയോ ഫാമിലി, പിന്നെയോ ഓർഡർ, പിന്നെയോ ക്ലാസ്, പിന്നെയോ ഫൈലം, പിന്നെയോ കിങ്ഡം. അതോടുകൂടി ഈ വീഡിയോ ലെസൺ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സ്പീഷീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഈ അറേഞ്ച്മെന്റ് ഒന്ന് ഒരു 5-6 സെക്കൻഡ് നോക്കും മക്കളെ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. വേണമെങ്കിൽ ഇങ്ങനെ പഠിച്ചോ. കിങ്ഡത്തിന്റെ KPC ഓഫ് GS ഇങ്ങനെ പഠിച്ചോളൂ. KPC ഓഫ് GS എന്ന് പഠിക്കുക. KPC ഓഫ് GS. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. മനസ്സിലായോ? നിർബന്ധമായിട്ടും പഠിക്കുക. എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഏതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സ്പീഷീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്പീഷീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഒരു സ്പീഷീസ് എന്ന് പറയുന്നത്?
അപ്പൊ നമുക്കറിയാം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ടാക്സോണമിക്കൽ കാറ്റഗറീസ് എഴുതിയിട്ടുണ്ട്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് സ്പീഷീസ് എന്ന് പറയുന്നത് നോക്കാം. സ്പീഷീസ് ഈസ് ദ ലോവസ്റ്റ് ഓർ ബേസിക് യൂണിറ്റ് ഇൻ ടാക്സോണമിക് ഹയറാർക്കി. നമുക്കറിയാം എന്താണ് ടാക്സോണമി. ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാ ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ആണ് ഏത് സ്പീഷീസ്. ഹയസ്റ്റ് യൂണിറ്റ് ഏതാ മക്കളെ കിങ്ഡം. സോ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഇൻ ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് പറയും. ഈ സ്പീഷീസിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എളുപ്പമാണ്. എന്താണ് സ്പീഷീസ്? They are group of closely related organism. ഏകദേശം വളരെയധികം സാമ്യതയുള്ള ബന്ധങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ജീവികളാണ് ആര് സ്പീഷീസ്. അവരുടെ പ്രത്യേകത which are genetically distinct, ജനിതകപരമായിട്ട് വ്യത്യാസമുണ്ട്, and are capable of interbreeding, അവർക്ക് ബ്രീഡ് ചെയ്യുവാൻ കഴിയുന്നു, to produce എന്തിനു വേണ്ടി ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ്. ഓഫ്സ്പ്രിങ്സ് ഉണ്ടായിരിക്കും. ആ ഓഫ്സ്പ്രിങ്സിന്റെ പ്രത്യേകത എന്താ? ഫെർട്ടൈൽ ആയിരിക്കും. ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തെ നമ്മൾ ഇൻഫെർട്ടൈൽ എന്ന് പറയും. തൊട്ടു മുന്നത്തെ എപ്പിസോഡ് പഠിച്ചിരുന്നു അല്ലെ, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ. അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഇത് ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഉദാഹരണമായി പറയണമെങ്കിൽ പറഞ്ഞുതരാം, തൽക്കാലം കേൾക്കുക. അപ്പൊ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ഓർ ബേസിക് യൂണിറ്റ് ഇൻ ടാക്സോണമിക് ഹയറാർക്കി. ടാക്സോണമിക്കൽ ഹയറാർക്കിയിൽ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത് സ്പീഷീസ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ആണ് വളരെയധികം എളുപ്പമാണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് closely related organism. They are closely related organism, genetically distinct, ജനിതകപരമായിട്ട് വ്യത്യാസമുണ്ട്, and are capable of interbreeding. അതിന് ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിയും, to produce എന്ത് ഓഫ്സ്പ്രിങ്? ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ് എന്ന് പറയും. അപ്പൊ ഈ മ്യൂളൊന്നും ഈ ഡെഫിനിഷന് കീഴിൽ വരുന്നില്ല. കാരണം മ്യൂളിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഇൻഫെർട്ടൈൽ ആണ് അല്ലെ. വ്യത്യസ്ത സ്പീഷീസുകൾ ഇന്റർബ്രീഡ് ചെയ്യാണ്. അപ്പൊ എന്താണ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? they are group of closely related organism which are genetically distinct and are capable of interbreeding to produce fertile offspring. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാ, മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാംഗോ. ഇത് തെറ്റാണ് എഴുതിയത്. എന്തുകൊണ്ട് തെറ്റ്? കൈകൾ കൊണ്ട് കൈകൾ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം അല്ലെ. ഏതിലോ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന മാംഗോ എന്ന് പറയുന്ന സാധനം ഏത് സ്പീഷീസിൽ പെടുന്നതാണ്? ഇൻഡിക്ക എന്ന് പറയുന്ന സ്പീഷീസിൽ പെടുന്നതാണ്. സൊളാനം ട്യൂബറോസം. സൊളാനം ട്യൂബറോസം എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ എന്ന് പറയുന്ന സാധനമാണ്. സൊളാനം ട്യൂബറോസം അത് വരുന്നത് ഏത് സ്പീഷീസിലാണ്? ട്യൂബറോസം എന്ന് പറയുന്ന സ്പീഷീസിലാണ്. പാന്തിറ ലിയോ എന്ന് പറഞ്ഞാൽ സിംഹം. എന്ത്? പാന്തിറ ലിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹം. അത് വരുന്നത് ഏത് സ്പീഷീസിലാണ്? ലിയോ എന്ന് പറയുന്ന സ്പീഷീസിലാണ്. അപ്പൊ എന്താണ് സ്പീഷീസ് എന്ന് പഠിച്ചു. സ്പീഷീസിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ആദ്യം എന്താണ് സ്പീഷീസ്? സ്പീഷീസ് ഈസ് ദ ലോവസ്റ്റ് ഓർ ബേസിക് യൂണിറ്റ് ഇൻ ടാക്സോണമിക്കൽ ഹയറാർക്കി. എന്താണ് സ്പീഷീസ്? Group of closely related organism which are genetically distinct and are capable of interbreeding to produce എന്ത് ഓഫ്സ്പ്രിങ് മക്കളെ? ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്. എക്സാമ്പിൾ എന്താണ്? മാംഗോയുടെ സ്പീഷീസ് ഇൻഡിക്കയാണ്, പൊട്ടാറ്റോയുടെ സ്പീഷീസ് ട്യൂബറോസം ആണ്, അതേപോലെ സിംഹത്തിന്റെ സ്പീഷീസ് എന്താണ്? ലിയോ ആണ്. ഇതോടുകൂടി ഏത് കഴിഞ്ഞു? സ്പീഷീസ് കഴിഞ്ഞു. ഇനി ആരെ കുറിച്ചാണ്? ജീനസിനെ കുറിച്ചാണ്. എന്താണ് ജീനസ്? Group of closely related species is called genus. ഏകദേശം സാമ്യത കാണിക്കുന്ന സ്പീഷീസ് എല്ലാം ഏതിൽ പെടും? ജീനസിൽ പെടും. ഏകദേശം സാമ്യത കാണിക്കുന്ന ജീനസുകളെല്ലാം ഏതിൽ പെടും? ഒരേ ഫാമിലിയിൽ പെടും. ഏകദേശം സാമ്യത കാണിക്കുന്ന ഫാമിലി എല്ലാം ഏതിൽ പെടും? ഓർഡറിൽ പെടും. ഏകദേശം സാമ്യത കാണിക്കുന്ന ഓർഡർ എല്ലാം ഏതിൽ പെടും? ക്ലാസ്സിൽ പെടും. ഏകദേശം സാമ്യത കാണിക്കുന്ന ക്ലാസ് എല്ലാം ഏതിൽ പെടും? ഫൈലത്തിൽ പെടും. ഏകദേശം സാമ്യത കാണിക്കുന്ന ഫൈലം എല്ലാം ഏതിൽ പെടും? കിങ്ഡത്തിൽ പെടും. മനസ്സിലാക്കി തരാം. അപ്പൊ എന്താണ് സ്പീഷീസ് എന്നുള്ള കാര്യം മനസ്സിലായി. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഈസ് കാൾഡ് എന്ന് ജീനസ് എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് closely related species is called genus എന്ന് പറയും. നമുക്കൊന്ന് നോക്കി നോക്കാം. നോക്കൂ മക്കളെ, എക്സാമ്പിൾ നോക്കാം. ലയൺ, ടൈഗർ, ലെപ്പാർഡ്. ലയന്റെ സയന്റിഫിക് നമുക്കറിയാം പാന്തിറ ലിയോ എന്ന് പറയും. പാന്തിറ ലിയോ, അതിന്റെ സ്പീഷീസ് എന്താ? ലിയോ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ടൈഗറിന്റെ സയന്റിഫിക് നെയിം ഇതാ സ്ക്രീനിൽ കാണാം. പാന്തിറ ടൈഗ്രീസ് എന്ന് കാണാം. അത് ഇറ്റാലിക്സ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അണ്ടർലൈൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. പാന്തിറ ടൈഗ്രീസ്. അതിന്റെ സ്പീഷീസ് ഏതാണ്? ടൈഗ്രീസ്. വേറെ സ്പീഷീസ് ആണ്.
അടുത്തത് ലപ്പാർഡ്, അതായത് എന്താ പുള്ളിപ്പുലി എന്ന് പറയുന്ന സാധനം അല്ലെ. ഇതിന്റെ സയന്റിഫിക് നെയിം ആണ് പാന്തിറ പാർഡസ് എന്ന് പറയും. പാന്തിറ പാർഡസ്. അപ്പൊ അതിന്റെ സ്പീഷീസ് നെയിം എന്താ പാർഡസ്. അപ്പൊ they are coming under different species, വ്യത്യസ്ത സ്പീഷീസിലാണ്. പക്ഷെ ഏകദേശം സാമ്യത കാണിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ ജീനസിൽ പെടുത്തി. ഏതിൽ പെടുത്തി? പാന്തിറ എന്ന് പറയുന്ന ജീനസ്. ലയണിന്റെ സയന്റിഫിക് നെയിം പാന്തിറ ലിയോ, ടൈഗറിന്റെ സയന്റിഫിക് നെയിം പാന്തിറ ടൈഗ്രിസ്, ലെപ്പാർഡിന്റെ സയന്റിഫിക് നെയിം പാന്തിറ പാർഡസ്. they are coming under different species, വ്യത്യസ്ത സ്പീഷീസുകളാണ് അവർ വരുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ അവർ സാമ്യത പുലർത്തിയപ്പോൾ അവരെല്ലാവരും കൂടി ഒരേ ജീനസിൽ പെടുത്തി. ഏത് ജീനസിൽ പെടുത്തി? പാന്തിറ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വ്യത്യസ്ത സ്പീഷീസുകളിൽ ഒരേ ജീനസിൽ തന്നെ വ്യത്യസ്ത സ്പീഷീസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരേ വ്യത്യസ്ത സ്പീഷീസിൽ കമ്മിങ് അണ്ടർ ഒരേ ജീനസിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് നോക്കൂ മക്കളെ, ലയണും ടൈഗറും ലെപ്പാർഡൊക്കെ വ്യത്യസ്ത സ്പീഷീസ് ആണ്. കമ്മിങ് അണ്ടർ സെയിം ജീനസ്. ഏത്? പാന്തിറ എന്ന് പറയുന്ന ജീനസിലാണ് വരുന്നത്. വേറെ എക്സാമ്പിൾ നോക്കാം. പൊട്ടാറ്റോ. പൊട്ടാറ്റോയുടെ സയന്റിഫിക് നെയിം ആണ് സൊളാനം ട്യൂബറോസം എന്ന് പറയും. എന്ത്? സൊളാനം ട്യൂബറോസം. അടുത്ത് ടൊമാറ്റോ. ടൊമാറ്റോയുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് അറിയോ? സൊലാനം ലൈക്കോപെർസിക്കം എന്ന് പറയും. സൊലാനം ലൈക്കോപെർസിക്കം എന്ന് പറയും. ഇപ്പൊ സ്ക്രീനിൽ കാണാം. പൊട്ടാറ്റോയുടെ സ്പീഷീസ് നെയിം എന്താ? ട്യൂബറോസം. ടൊമാറ്റോയുടെ സ്പീഷീസ് നെയിം എന്താ? ലൈക്കോപെർസിക്കം. ലൈക്കോപെർസിക്കം. ബ്രിഞ്ചാൽ, നമ്മുടെ വഴുതനങ്ങ എന്ന് പറയുന്ന സാധനം. ബ്രിഞ്ചാലിന്റെ സയന്റിഫിക് നെയിം സൊലാനം മെലോഞ്ചിന എന്നാണ്. മെലോഞ്ചിന എന്ന് പറയും. അതിന്റെ സ്പീഷീസ് നെയിം എന്താ? മെലോഞ്ചിന. But they are coming under same genus. ഇവർ മൂന്നും ഒരേ ജീനസിലാണ്. ഏത് ജീനസിലാണ് വരുന്നത്? സൊലാനം എന്ന് പറയുന്ന ജീനസ്. അപ്പൊ എന്താണ് ഈ ജീനസ് എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ഏകദേശം ഒരേ തരത്തിലുള്ള സ്പീഷീസുകളെല്ലാം ഏതിൽ ഉൾപ്പെടുത്തി മക്കളെ? ഒരേ ജീനസിൽ ഉൾപ്പെടുത്തി. ടൈഗർ, ലയൺ, ലെപ്പാർഡൊക്കെ ഏതിൽ ഉൾപ്പെടുത്തി? പാന്തിറയിൽ ഉൾപ്പെടുത്തി. പൂച്ച സർ ഏതിലാണ് വരുന്നത്? പൂച്ച വരുന്ന ജീനസ് ഏതാ? പൂച്ചയുടെ ജീനസ് ഫെലിസ് എന്ന് പറയുന്നത്. ഏത് വരുന്നത്? ഫെലിസ് എന്ന് പറയുന്നത്. മനസ്സിലാവും മക്കളെ. ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു മക്കളെ? സ്പീഷീസ് എന്താണെന്ന് പഠിച്ചു. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ഓർ ബേസിക് യൂണിറ്റ് ഇൻ ടാക്സോണമിക്കൽ ഹൈറാർക്കി. അതിന്റെ ഡെഫിനിഷൻ എന്താ പഠിച്ചു? എന്താണ്? ദേ ആർ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം വിച്ച് ആർ ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്ട് ആൻഡ് ആർ കാപ്പബിൾ ഓഫ് ഇന്റർബ്രീഡിംഗ്. ജനറ്റിക്കലി ഡിഫറെന്റ് ആണ്, പക്ഷെ അവർക്ക് ഇന്റർബ്രീഡ് ചെയ്യാൻ കഴിയും ടു പ്രൊഡ്യൂസ് എന്ത് ഓസ്പ്രിങ്? ഫെർട്ടൈൽ ഓസ്പ്രിങ്സ്. ഫെർട്ടൈൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ അല്ലെ. അവര് ഇന്റർബ്രീഡ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് കുറെ എക്സാമ്പിൾ പഠിച്ചു. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞതാ മാംഗോ ആണ്. അതിന്റെ സ്പീഷീസ് ഇൻഡിക്ക. സൊളാനം ട്യൂബറോസത്തിന്റെ സ്പീഷീസ് എന്താ? ട്യൂബറോസം. പാന്തിറ ലിയോയുടെ സ്പീഷീസ് ഏതാ? ലിയോ എന്നാണ്. അടുത്ത ലയന്റെ സൈനിക് നെയിം എന്താ? പാന്തിറ ലിയോ. അടുത്തത് ടൈഗറിന് എന്താ? പാന്തിറ ടൈഗ്രിസ്. അതിന്റെ സ്പീഷീസ് എന്താ? ടൈഗ്രിസ് ആണ്. ലെപ്പാർഡിന് എന്താ? പാന്തിറ പാർഡസ്. പാർഡസ് ആണ് ഇതിന്റെ സ്പീഷീസ്. പൊട്ടാറ്റോന് എന്താ? സൊളാനം ട്യൂബറോസം. അതിന്റെ സ്പീഷീസ് നെയിം എന്താ? ട്യൂബറോസം എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. ബ്രിഞ്ചാലിന് എന്താണ്? വഴുതനങ്ങ. സൊളാനം മെലോഞ്ചിന. മെലോഞ്ചിനയാണ് സ്പീഷീസ് അല്ലെ. വ്യത്യസ്ത സ്പീഷീസുകളാണ്. ഇനി എന്താണ് ജീനസ് എന്ന് പറഞ്ഞാൽ? ഒരേ തരത്തിലുള്ള സ്പീഷീസുകളെല്ലാം നമ്മൾ ഏകദേശം സാമ്യത കാണിച്ചതുകൊണ്ട് അവർ ഏതിൽ പെടുത്തി? ജീനസിൽ പെടുത്തി. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അപ്പൊ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഏതിൽ പെടുത്തി? ജീനസിൽ പെടുത്തി. അപ്പൊ ഒരു ചോദ്യം ഇവിടെ, ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ഏതിലെപ്പെടുക? ഫാമിലിയിലെപ്പെടുക. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലി ഈസ് കാൾഡ് എന്ത്? ഓർഡർ. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഡർ ഈസ് കാൾഡ് എന്ത്? ക്ലാസ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫൈലം എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്താ? ഫൈലം. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫൈലം എന്ന് പറഞ്ഞാൽ എന്താ? കിങ്ഡം. അപ്പൊ ഇതിലേക്ക് നോക്കൂ മക്കളെ, ലയണും ടൈഗറും ലെപ്പാർഡൊക്കെ ഡിഫറെന്റ് സ്പീഷീസിലാണ് വരുന്നത്. ബട്ട് ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ജീനസ്. എന്ത്? പാന്തിറ. പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചാലൊക്കെ വ്യത്യസ്ത സ്പീഷീസിലാണ് വരുന്നത്. പക്ഷേ ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ജീനസ്. പൂച്ച വരുന്ന ജീനസ് ഏതാ മക്കളെ? ഫെലിസ് എന്ന് പറയുന്നത്. എന്തിനാ സാർ ഇത്ര മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്യുന്നത്? ഓരോ കാര്യങ്ങളും എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ലൈനും പഠിക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Can you give an example for 3 organisms which is coming under different species but they have same genus? ഒരേ ജീനസിൽ പെടുന്ന വ്യത്യസ്ത സ്പീഷീസിൽ പെടുന്ന ജീവികൾ ഏതൊക്കെ? ഇഷ്ടംപോലെ എക്സാമ്പിളുകൾ അല്ലെ. ലയൺ, ടൈഗർ, ലെപ്പാർഡ്, പാന്തിറ വിടും. പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചാൽ വിടും. സൊളാനം. പൂച്ച വിടുന്നത് ഏല? അത് ഇതിൽ പെടില്ല. പൂച്ച വിടുന്ന ഏല? ഫെലിസ്. ഇത്രയും കാര്യം മനസ്സിലാവും. ഇനി രണ്ടാമത്തത് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ഡിസ്കസ് ചെയ്യാം. എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫാമിലിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഫാമിലി എന്ന് ചോദിച്ചാൽ പറയാം ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ഈസ് കാൾഡ് ഫാമിലി. അപ്പൊ ഇതൊക്കെ പഠിക്കണേ, ഇതൊക്കെ മനസ്സിലാവണേ. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ സ്പീഷീസ് കഴിഞ്ഞു, ജീനസ് കഴിഞ്ഞു, ഇനി എന്താണ്? ഫാമിലിയാണ്. അപ്പൊ എന്തായിരുന്നു സ്പീഷീസ്? ദേ ആർ
group of closely related organisms which are genetically distinct but are capable of interbreeding to produce എന്ത് offspring ആണ്? fertile offspring. Group of closely related species are coming under in the same genus. ഒരേ തരത്തിലുള്ള സ്പീഷീസ് നമ്മൾ ഒരേ ജീനസിൽ പെടുത്തി അല്ലേ? പാന്തിറ ടൈഗ്രിസ്, പാന്തിറ ലിയോ, പാന്തിറ പാർഡാസ് ഒരേ ജീനസിൽ ഏതില്? പാന്തിറയിൽ പെടുത്തി. നമുക്ക് ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാം. ജീനസ് ഒന്നുകൂടി പറയാം അല്ലെ? ജീനസ് പറഞ്ഞാൽ എന്താണ്? They are group of closely related species ആണ് ഇത് ജീനസ്. ലയൺ, ടൈഗർ, ലെപ്പാർഡ് ഒക്കെ ഏത് ജീനസിൽ പെടുത്തി? പാന്തിറ എന്ന് പറയുന്നത്. പൂച്ച വരുന്നത് ഏതിലാ? ഫെലിസ് എന്ന് പറയുന്ന മറ്റൊരു ജീനസിലാണ് ഏത് വരുന്നത്? പൂച്ച വരുന്നത്. പൊട്ടാറ്റോ നമ്മുടെ സയന്റിഫിക് നെയിം എന്താ? സൊളാനം ട്യൂബറോസം. ബ്രിഞ്ചാലിന് എന്താ? സൊളാനം മെലോഞ്ചിന. They are coming under different species but they are coming under same genus. ഏത് ജീനസിലാണ് വരുന്നത്? സൊളാനം എന്ന് പറയുന്നത് അല്ലെ? ഇനി എന്താണ് ഫാമിലി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ പഠിക്കാൻ നല്ല എളുപ്പമാണ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ജീനസ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ഏത് വരും? ഫാമിലി. ഇനി അടുത്തത് ഏതാണ്? ഫാമിലി. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ ജനീറ ഗ്രൂപ്പ്ഡ് അണ്ടർ ഫാമിലി. സിമിലർ ജീനസ് ഗ്രൂപ്പ് അണ്ടർ ഫാമിലി അല്ലെ? നോക്കാം. പാന്തിറ എന്ന് പറയുന്ന ജീനസ് നമുക്കറിയാം. പാന്തിറ എന്ന് പറയുന്ന ജീനസിൽ ആരൊക്കെയുണ്ട്? ലയൺ, ടൈഗർ, ലെപ്പാർഡ് ഉണ്ട്. ഫെലിസ് എന്ന് പറയുന്ന ജീനസിൽ ആരുണ്ട്? ക്യാറ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഇത് രണ്ടും വ്യത്യസ്ത ജീനസ് ആണ്. പാന്തിറയില് ലയണ്, ടൈഗർ, ലെപ്പാർഡ് ഉണ്ട്. ഫെലിസിൽ ആരുണ്ട്? പൂച്ച ഉണ്ട്. ഇത് രണ്ടും വ്യത്യസ്ത ജീനസ് ആണ്. ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ഫാമിലി. ദാറ്റ് ഫാമിലി ഈസ് കാൾഡ് ഫെലിഡേ എന്ന് പറയും. എന്ത് മക്കളെ? ഫെലിഡേ എന്ന്. അപ്പൊ ഫെലിഡേ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ആ ഫെലിഡേയില് രണ്ട് വ്യത്യസ്ത ജീനസ് നമ്മൾ പഠിച്ചു. അതൊക്കെ പാന്തിറ എന്ന് പറയുന്ന ജീനസും ഫെലിസും. പാന്തിറയിൽ ആരൊക്കെയുണ്ട്? ലയണ്, ടൈഗർ, ലെപ്പാർഡ്. ഫെലിസിൽ ആരുണ്ട്? പൂച്ച. രണ്ട് വ്യത്യസ്ത ജീനസ് ഏതിൽ പെടുത്തി? ഒരു ഫാമിലിയിൽ പെടുത്തി. എന്തുകൊണ്ട്? സിമിലർ ജനീറ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ എ സിംഗിൾ ഫാമിലി. ഏകദേശം ഒരേ തരത്തിലുള്ള ക്യാരക്ടർ കാണിച്ചതുകൊണ്ട് ഏകദേശം കാണിച്ചുകൊണ്ട് അവർ ഈ ഫാമിലിയിൽ പെടുത്തിയതിൽ ഫെലിഡേയിൽ കാണിച്ചു. ഇനി നോക്കുക മക്കളെ, സൊളാനം എന്ന് പറയുന്ന ഒരു ജീനസ് ചെടികളുടെയാണ്. സൊളാനം എന്ന് പറയുന്ന ജീനസിൽ ആരൊക്കെയുണ്ട്? നമുക്കറിയാം. പൊട്ടാറ്റോ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, ബ്രിഞ്ചാൽ ഉണ്ട്. അതൊക്കെ വരുന്നത് ഏത് ജീനസിലാണ്? സൊളാനം എന്ന് പറയുന്ന ജീനസിൽ അല്ല മക്കളെ. They are coming under different species but they are coming under same genus. ആ സൊളാനം എന്ന് പറയുന്ന ജീനസിൽ വരുന്ന പെറ്റൂണിയ എന്ന് പറഞ്ഞ ഫ്ലവറിംഗ് വെച്ചൊരു പിങ്ക് കളർ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് പെറ്റൂണിയ. അതിനകത്ത് കുറെ ചെടികളുണ്ട് കേട്ടോ. പെറ്റൂണിയ എന്ന് പറയുന്ന ജീനസ് വന്ന മറ്റു ചെടികൾ ഡാച്ചുറ, ഉമ്മക്കായ എന്നൊക്കെ പറയുന്ന ഡാച്ചുറ. വ്യത്യസ്ത ജീനുകൾ സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ വ്യത്യസ്ത ജീനസുകളാണ്. ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ഫാമിലി. ഏത് ഫാമിലിയില? സൊളനേസിയെ എന്ന് പറയുന്ന ഫാമിലിയിൽ. എന്തിനാ? സൊളനേസിയെ എന്ന് പറയുന്ന ഫാമിലിയിലാണ് വരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ ആരൊക്കെ പെടുന്നു? ഏതൊക്കെ ജീനസ് വരുന്നുണ്ട്? പാന്തിറ വരുന്നുണ്ട്, ഫെലിസ്. പാന്തിറയിൽ ആരൊക്കെ ജീവികളാ? ലയൺ, ടൈഗർ, ലെപ്പാർഡ്. ഫെലിസിൽ ആരാ വരുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് ഏതാ? ക്യാറ്റ് വരുന്നത്. അപ്പൊ സൊളനേസിയ എന്ന് പറയുന്ന പ്ലാന്റ്സിന്റെ ഫാമിലിയാണ്. എങ്ങനെ സാർ മനസ്സിലായത് പ്ലാന്റിന്റെ ഫാമിലി? എപ്പോഴും മനസ്സിലാക്കുക, പ്ലാന്റിന്റെ ഫാമിലിന്റെ അവസാനം എപ്പോഴും ACA എന്നുണ്ടാവും. ആനിമൽസിന്റെ ഫാമിലിയുടെ അവസാനം ഇഡേ എന്നുണ്ടാവും. ഇഡേ. ആനിമൽസിന്റെ ഫാമിലിന്റെ ബാക്കിൽ ഇഡേ സഫിക്സ് ആയിട്ട് ഇഡേ എന്നുണ്ടാവും. പ്ലാന്റ്സിന്റേതായിട്ട് എന്തുണ്ടാവും? ACA എന്നുണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കാം. ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ഫാമിലി എഴുതിയാണ്. കാണുന്നുണ്ടല്ലേ? അനാകാർഡിയേസിയെ എന്ന് പറയുന്ന സാധനം. അനാകാർഡിയേസിയെ ഇതൊരു ഫാമിലിയാണ്. എങ്ങനെ മനസ്സിലായി? ACA. ഇത് ആരുടെ ഫാമിലിയാണ്? ആനിമലിന്റെ ഫാമിലിയോ പ്ലാന്റിന്റെ ഫാമിലിയോ? പ്ലാന്റിന്റെ ഫാമിലി. ഏത് പ്ലാന്റ് ആണെന്ന് അറിയാം. എങ്ങനെ മനസ്സിലായി? പ്ലാന്റിന്റെ അവസാനം ACA എന്നാണ്. ഇത് ഏത് പ്ലാന്റിന്റെ ഫാമിലി അറിയാം? മാംഗോ ട്രീയുടെ ഫാമിലിയാണ് അനാകാർഡിയേസ്. അത് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന ചെടിയുടെ ഫാമിലി ഏതാന്ന് ചോദിച്ചാൽ പറയാം അനാകാർഡിയേസിയെ. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഹോമിനിഡേ. ഇത് ഫാമിലി അല്ലേ? അതെ, ഫാമിലിയാണ്. എങ്ങനെ മനസ്സിലായി? ഫാമിലി അവസാനം ഇഡേ. ആരുടെയാണ്? ആനിമലിന്റെതാണ് ഇഡേ എന്ന് പറയുന്നത്. ഇത് ആരുടെയാണ്? മനുഷ്യന്റെ ഫാമിലി. മനുഷ്യന്റെ ഫാമിലി എന്ന് പറയുന്നത് ഏതാ? മനുഷ്യന്റെ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഫാമിലി ഏതാന്ന് ചോദിച്ചാൽ ഹോമിനിഡേ. പട്ടിയുടെ ഫാമിലി ഏതാ? പട്ടിയുടെ ഡോഗിന്റെ ഫാമിലി കാനിഡേ. ഇഡേ. കണ്ടോ? കാനിഡേ. പഠിച്ചേ പറ്റൂ, അല്ലാതെ രക്ഷയില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെ പഠിച്ചു പോയാൽ നല്ല എളുപ്പമാണ്. അപ്പൊ എന്താണ് ഫാമിലി? ദേ ആർ സിമിലർ ജനീറ ഗ്രൂപ്പ്ഡ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ഈസ് കോൾഡ് ഫാമിലി. അങ്ങനെ പറഞ്ഞു. Group of closely related species is called genus. Group of closely related genus is called family. അല്ലെങ്കിൽ similar genera grouped under in the family. Group of closely related genus is called family. അല്ലെങ്കിൽ similar genera grouped under family. പാന്തിറ എന്ന് പറയുന്ന ജീനസ്, ഫെലിസ് എന്ന് പറയുന്ന രണ്ട് ജീനസിലും ചില സ്വഭാവ സവിശേഷതകൾ പ്രകാരം they are coming under a family called Felidae. എന്ന് മക്കളെ Felidae എന്ന് പറയും. ആനിമലിന്റെ ഫാമിലിയാണ് അല്ലെ? സൊളാനം
പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചാൾ വരുന്ന സൊളാനം. പെറ്റൂണിയ എന്ന് പറയുന്ന മറ്റു ചെടികൾ വരുന്ന ജീനസ്. ഡാച്ചുറ എന്ന് പറയുന്നത് സോളനേസിയെ എന്ന് പറയുന്ന ഫാമിലി. പഠിക്കാതെ സോളനേസിയെ. എന്ത്? സോളനേസിയെ. നല്ല രസമുണ്ടല്ലേ കേൾക്കാം. സോളനേസിയെ. പട്ടി, നായി വരുന്ന ഫാമിലി ഏതാ? കാനിഡേ എന്ന് പറയുന്നതാ. ഏത് വരുന്നതാ? കാനിഡേ എന്ന് പറയുന്നതാ. മനുഷ്യന്റെ ഫാമിലി ഏതാ? ഹോമിനിഡേ. മാങ്ങയുടെ ഫാമിലി, മാംഗോ ട്രീയുടെ ഏതാ? അനാകാർഡേസി. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോ സ്പീഷീസ് കഴിഞ്ഞു, ജീനസ് കഴിഞ്ഞു, ഫാമിലി കഴിഞ്ഞു. ഇനി ചോദ്യം, ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലിയെ വിളിക്കുന്ന പേരെന്താ? ഓർഡർ. അപ്പൊ ഞാൻ നേരത്തെ ഇത് അടിയിലായിരുന്നു വെച്ചത്, ഇത് മുകളിലേക്ക് കയറ്റി. ഇനി ഇത് മുകളിലേക്ക് കയറ്റിയാണ്. മനസ്സിലാവും, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പൊ പറ, ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ജീനസ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ആർ കമ്മിങ് അണ്ടർ ഫാമിലി. ഇനി ഏതാ? ഓർഡർ. പറഞ്ഞ ഡെഫിനിഷൻ, ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലി ഈസ് കാൾഡ് എന്ത്? ഓർഡർ എന്ന് പറഞ്ഞു. നല്ല എളുപ്പമാണ്. നിങ്ങളോട് ചോദിക്കാം, സോളനേസിയെ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ഫാമിലിയാണ് സാർ. അതൊരു ഫാമിലിയാണ്. ആ സോളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ജീനസുകൾ ഏതൊക്കെ? സോളനേസിയയിൽ വരുന്ന ജീനസ് ഏതൊക്കെ? സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ. സൊളാനം എന്ന് പറയുന്ന ചെടിയിൽ ജീനസിൽ വരുന്ന ചെടികൾക്ക് എക്സാമ്പിൾ പറയൂ. പൊട്ടാറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചാൾ. എന്തുകൊണ്ടാണ് സാർ ഈ പാന്തിറയും ഫെലിസും ഒരേ ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുത്തിയത്? ബിക്കോസ് ദേ ഷോ സം ക്യാരക്ടർ കോമൺ, ഹെൻസ് ദേ ആർ കമ്മിങ് അണ്ടർ എ സിംഗിൾ ഫാമിലി കാൾഡ് ഫെലിഡേ. മനുഷ്യന്റെ ഫാമിലി ഏതാ? ഹോമിനിഡേ. പട്ടിയുടെ ഏതാ? കാനിഡേ. ഇത്രയും കാര്യം മനസ്സിലായോ? ആയി. അപ്പോ നേരത്തെ അടിയിൽ എഴുതിയത് മുകളിലേക്ക് എഴുതിയിട്ടുണ്ട്. ഏത്? ഫാമിലി. അപ്പൊ സ്പീഷീസ് കഴിഞ്ഞു. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആർ കമ്മിങ് അണ്ടർ സെയിം ജീനസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് ആർ കാൾഡ് ഇത് ഫാമിലി. എന്തായിരുന്നു ഫാമിലി? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് ഈസ് കാൾഡ് ഫാമിലി. അല്ലെങ്കിൽ സിമിലർ ജനീറ ഗ്രൂപ്പ്ഡ് അണ്ടർ ഫാമിലി. പാന്തിറ എന്ന് പറയുന്ന ജീനസും പൂച്ച വരുന്ന ഫെലിസ് എന്ന് പറയുന്ന ജീനസും ഏത് ഫാമിലിയിൽ ഉൾപ്പെടുത്തി? ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി ഉൾപ്പെടുത്തി. ഡോഗ് വരുന്നത് കാനിഡേ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. മനുഷ്യന്റെ ഹോമിനിഡയാണ്. സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ എന്ന് പറയുന്ന സൊളാനം എന്ന് പറയുന്ന ജീനസിനകത്ത് ആരൊക്കെയുണ്ട്? നമ്മുടെ പൊട്ടാറ്റോ വരുന്നുണ്ട്, ടൊമാറ്റോ വരുന്നുണ്ട്, ബ്രിഞ്ഞാൽ വരുന്നുണ്ട്. പെറ്റൂണിയ എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് ചെടി, ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഡാച്ചോ എന്ന് പറയുന്ന ഉമ്മം എന്ന് പറയുന്ന ചെടിയാണ്. അതൊക്കെ വ്യത്യസ്ത ജീനസാ. ഈ സൊളാനം, പെറ്റൂണിയ, ഡാച്ചോ എന്ന് വരുന്നത് ഏകദേശം കോമൺ ക്യാരക്ടർ ആയതുകൊണ്ട്, കോമൺ ക്യാരക്ടർ ചിലത് കാണിച്ചതുകൊണ്ട് ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ഫാമിലി കാർഡ് എന്ത്? സോളനേസിയ. എങ്ങനെ മനസ്സിലായി? ഇത് പ്ലാന്റിന്റെ ഫാമിലിയാണ്. ഏസിയ. ഇഡേ എന്ന് പറഞ്ഞ ആനിമലിന്റെ ഫാമിലിയാണ്. മനസ്സിലായി. ഇനി അടുത്തത് എന്താണ്? ഓർഡർ. സെയിം ഡെഫിനിഷൻ. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ജീനസ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ഫാമിലി. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലി ഈസ് കാൾഡ് എന്ത്? ഓർഡർ എന്ന് പറയും. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? ഓർഡർ എന്ന് പറയും. എക്സാമ്പിൾ 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫെലിഡേ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ പാന്തിറയും വരുന്നുണ്ട്, പൂച്ചയും വരുന്നുണ്ട്, ടൈഗറും ലയണും ലെപ്പാർഡും വരുന്നുണ്ട്. ഈ ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി കാനിഡേ എന്ന് പറയുന്ന ഡോഗിന്റെ ഫാമിലിയും ഏകദേശം ചില ക്യാരക്ടറുകൾ സെയിം ആയതിനാൽ അവർ ഏത് ഓർഡറിൽ പെടുത്തി? ഓർഡർ കാർണിവോറിൽ പെടുത്തി. രണ്ടും എന്ത് ബുക്കുകളാണ്? മാംസ ബുക്കുകളാണ്. അതുകൊണ്ട് ഏത് ഓർഡറിൽ പെടുത്തി? കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിൽ പെടുത്തി. ഏകദേശം ഒരേ ക്യാരക്ടർ കാണിക്കുന്ന ഫാമിലി ഒരേ ഓർഡറിൽ പെടുത്തി. അപ്പൊ കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ എന്ന് പറയുന്ന ഒരു ടാക്സോൺ ആണ്. ഞാൻ പറഞ്ഞു ഈ അറേഞ്ച്മെന്റിനെ ഇതിനെ മൊത്തം വിളിക്കുന്ന പേര് ടാക്സോണമിക്കൽ കാറ്റഗറീസ്. ഇത് നമ്മളിങ്ങനെ വലിപ്പത്തിനനുസരിച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്തതാണ്. അതിനെ വിളിക്കുന്ന പേര് ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനെയും വിളിക്കുന്ന പേര് ടാക്സോൺ. ഓർഡർ ഈസ് എ ടാക്സോൺ, ഫാമിലി ഈസ് എ ടാക്സോൺ. ടാക്സോണിന്റെ പ്ലൂരൽ ആണ് ടാക്സ എന്ന് പറയുന്നത്. ടാക്സോൺ ആണെങ്കിൽ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ റാങ്ക് എന്നോ പഠിക്കാം. ഏറ്റവും ബേസിക് യൂണിറ്റ് ഏതാണ്? സ്പീഷീസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് എന്താണ്? ജീനസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് എന്താണ്? ഫാമിലി. അതും കഴിഞ്ഞു. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി എന്താണ്? ഓർഡർ. അപ്പൊ ഓർഡറിൽ നോക്കൂ. അപ്പൊ ഈ ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന പാന്തിറയും ഫെലിസും, കാനിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ഡോഗും ഏകദേശം ചില കാര്യങ്ങളിൽ സെയിം ക്യാരക്ടർ കാണിച്ചതുകൊണ്ട് ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ഓർഡർ കാൾഡ് കാർണിവോറ. അതെന്താ വയ്ക്കുക? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി ഏകദേശം ചില ക്യാരക്ടറിൽ റിലേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ അത് ഏത് ഓർഡറിൽ പെടുത്തി? കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിൽ പെടുത്തി. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഇനി നോക്ക് നമ്മുടെ സൊളനേസിയെ പോലെ മറ്റൊരു ഫാമിലി ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെയാണ് പറയുന്നത്. കൺവോൾവുളേസിയെ എന്ന് പറയും. സ്ക്രീനിൽ കാണാം സ്പെല്ലിംഗ്. നല്ല രസമുണ്ട് അല്ലെ? എന്തോ തെറിയൊക്കെ വിളിക്കുന്ന പോലെ അല്ലെ? കൺവോൾവുളേസിയ. അപ്പൊ സൊളനേസിയയിൽ ആരൊക്കെ വരുന്നുണ്ട്? സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ. എങ്ങനെ പഠിക്കും? സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ. സോപ്പ് ഇടുക എന്ന് ആലോചിച്ചാൽ മതി. താഴോട്ട് ആലോചിച്ചോട്ട് സോപ്പ് ഇടുക എന്ന് ആലോചിച്ചാൽ മതി. അത് ഏത് ഫാമിലിയിൽ വരുന്നതാണ്? സൊളനേസിയയിൽ വരുന്നതാണ്. ഈ സൊളനേസിയയിൽ ഇത്രയും ചെടികൾ വരുന്നുണ്ട്, ഇത്രയും ജീനസുകൾ വരുന്നുണ്ട്. സൊളാനത്തിൽ ആരൊക്കെ? സൊളാനം എന്ന് പറയുന്ന ഏതാണ്? സൊളാനം എന്ന് പറയുന്ന ജീനസിനകത്ത് ഏതൊക്കെയുണ്ട്? ട്യൂബ്, നമ്മുടെ ടൊമാറ്റോ ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ബ്രിഞ്ചാൾ ഉണ്ട് അല്ലെ? ഈ സൊളാനം, പെറ്റൂണിയ,
പെറ്റൂണിയ, ഡാച്ചുറ എന്ന് പറയുന്ന ജീനസുകൾ ഏത് ഫാമിലിയിൽ വരുന്നതാണ്? സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്നതാണ് അല്ലെ. ഈ സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിലും കൺവെർബുളേസിയ എന്ന് പറയുന്ന ഫാമിലീസിന്റെയും ഫ്ലവേഴ്സിന്റെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് ഏകദേശം സെയിം ക്യാരക്ടർ ആണ് കണ്ടപ്പോൾ ചില ക്യാരക്ടറുകൾ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് നോക്കി ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ഓർഡർ, പോളിമോണിയയിൽ എന്ന് പറയുന്ന ഓർഡറിൽ വരുത്തി. അപ്പൊ ഓർഡർ പോളിമോണിയൽ എന്ന് പറയുന്നതിൽ എത്ര ഫാമിലി ഉണ്ട്? സൊളനേസിയ, കൺവോളേസിയ. സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ ഏതൊക്കെ ജീനസ് പഠിച്ചു? സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ. സൊളാനത്തിൽ എത്ര ജീനസുകൾ പഠിച്ചു അല്ലെ? സൊളാനം എന്ന് പറയുന്ന ജീനസിൽ എത്ര സ്പീഷീസ് പഠിച്ചു? സൊളാനം ഇഗ്രം, സൊളാനം മെലോഞ്ചിന, സൊളാനം ട്യൂബറസ്. ഇത്രയേ ഉള്ളൂ സംഭവം, ഒരു എളുപ്പമാണ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലീസ് കാൾഡ് ഓർഡർ. നമ്മുടെ ഫെലിഡെ എന്ന് പറയും റിലേറ്റഡ് ഫാമിലി ആർ കമ്മിങ് അണ്ടർ സെയിം ഓർഡർ. അങ്ങനെ പഠിച്ചു. റിലേറ്റഡ് ഫാമിലി ആർ കമ്മിങ് അണ്ടർ സെയിം ഓർഡർ. അങ്ങനെ പഠിക്കായിരിക്കും നല്ലത്. എക്സാമ്പിൾ ഫെലിഡെ, കാനിഡെ ഏത് ഓർഡറിൽ വരുന്നു? കാർണിവോറ. അപ്പൊ ഓർഡർ കാർണിവോറ എന്ന് പറയുന്ന ടാക്സോൺ ഇതൊരു ഓർഡറാണ്. ഓർഡർ കാർണിവോറ തുറന്നു നോക്കി കഴിഞ്ഞാൽ ആ ഓർഡർ കാർണിവോറയിൽ ആരൊക്കെ ഉണ്ടാവും? ഏതൊക്കെ ഫാമിലി ഉണ്ടാവും? ഫെലിഡെ, കാനിഡെ. കാനിഡെ തുറന്നു നോക്കിയാൽ അതിനകത്ത് ആരുണ്ടാവും? ഡോഗ്. ഫെലിഡെ തുറന്നു നോക്കിയാലോ അതിനകത്ത് പാന്തീറ ഉണ്ടാവും, ഫെലിസ് ഉണ്ടാവും. ഫെലിസിലാണുള്ള ക്യാറ്റ്. പാന്തീറ ആരൊക്കെ? ടൈഗർ ഉണ്ടാകണം, ലയൺ ഉണ്ടാകണം, ലെപ്പാർഡ് ഉണ്ടാവും. ഇനി സൊളനേസിയ, കൺവെർബുളേസിയ ബേസ്ഡ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ദേ ആർ കമ്മിങ് അണ്ടർ സെയിം ഓർഡർ കാൾഡ് എന്ത്? പോളിമോണിയൽ എന്ന് പറയും. പഠിക്കാൻ കുറച്ച് ഇടങ്ങാറാണ്, പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല. ഇത് മൊത്തം ഒന്ന് ചുരുക്കിയിട്ട് ഒരു പേപ്പർ ഇങ്ങനെ ചുരുക്കി വെക്കും, ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് ഏതാ? സ്പീഷീസ് കഴിഞ്ഞു, ജീനസ് കഴിഞ്ഞു, ഫാമിലി കഴിഞ്ഞു, ഓർഡർ കഴിഞ്ഞു. ഇനി എന്താണ്? ക്ലാസ് ആണ്. അപ്പൊ ഈ സാധനം ഇനി ഞാൻ മുകളിലേക്ക് എഴുതാണ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഡർ ഈസ് കാൾഡ് എന്ത്? ക്ലാസ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഡർ ഈസ് കാൾഡ് ക്ലാസ്. ഓക്കെ, അപ്പൊ മക്കളെ ഇനി അടുത്തിലേക്ക് നോക്കാം. അടുത്തത് ഏതാണ്? ക്ലാസ് ആണ്. അപ്പൊ നേരത്തെ ഇവിടെ ഓർഡർ ആയത്, ആ ഓർഡർ ഞാൻ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ഓർഡർ? ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലി ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത് ഓർഡർ. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് എന്താ? ജീനസ്. Group of closely related genus are coming under the same family. Group of closely related family are coming under the same order. Group of closely related order is called class. So order ഒന്നുകൂടി നോക്കാം. Group of related family ആണ് order. ഫെലിഡെ, കാനിഡെ എന്ന് പറഞ്ഞ ഫാമിലി ഏതിനകത്താ പെടുത്തിയത്? ഓർഡർ കാർണിവോറല്ല. മനുഷ്യന്റെ ഓർഡർ ഏതാണ്? പ്രൈമേറ്റ് ആണ്. അത് പറയാൻ വിട്ടു കേട്ടോ. മനുഷ്യന്റെ ഫാമിലി ഏതാണ്? ഹൊമിനിഡെ ആണ് മനുഷ്യന്റെ ഫാമിലി. മനുഷ്യന്റെ ഫാമിലിയായ ഹൊമിനിഡെ വരുന്ന ഓർഡർ ഏതാണ്? പ്രൈമേറ്റുകളാണ്. നമ്മളൊക്കെ വരുന്നത് നമ്മുടെ ഒപ്പം മങ്കി, ഗോറില്ല, ചിമ്പാൻസി ഒക്കെ നമ്മുടെ ഒപ്പമാണ് വരുന്നത്. ഓക്കെ, എന്താണ് ഈ പ്രൈമേറ്റ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകനോട് ചോദിച്ചു നോക്കുക. നമ്മൾ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. കൈക്കാലുകളിൽ 5 വിരലുകളായിരിക്കും, പരന്ന നഖമായിരിക്കും, പിന്നെ പെയർ ഓഫ് ബ്രസ്റ്റ് ഉണ്ടായിരിക്കും, ഒരേ വസ്തുവിലേക്ക് നോക്കുവാൻ കഴിയുന്ന കണ്ണുകളായിരിക്കും, ബൈനോക്കുലർ വിഷൻ. അങ്ങനെയൊക്കെയാണ് പ്രൈമേറ്റുകളുടെ പ്രത്യേകത. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഫെലിഡെ, കാനിഡെ വരുന്ന ഫാമിലിയിൽ ആര് വരും? ഓർഡർ കാർണിവോറ. ഹ്യൂമൻ ബീങ്സിന്റെ ഫാമിലി ഹൊമിനിഡെ ആണ്, അത് വരുന്ന ഓർഡർ പ്രൈമേറ്റ് ആണ്. സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ നമുക്കറിയാം ആരൊക്കെയുണ്ട്? സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ അല്ലെ. ആ സൊളാനം, പെറ്റൂണിയ, ഡാച്ചുറ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനസുകളാണ്. അവർ വരുന്ന ഫാമിലി ഏതാണ്? സൊളനേസിയയാണ്. കൺവെർബുളേസിയ എന്ന് പറഞ്ഞ മറ്റൊരു ഫാമിലി. സൊളനേസിയയും കൺവെർബുളേസിയയും വരുന്നത് ഏത് ഓർഡറിലാണ്? പോളിമോണിയൽ എന്ന് പറയുന്ന ഓർഡറാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെ കുറിച്ചാണ്? ക്ലാസിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ക്ലാസ്. ഇതൊക്കെ എന്താണ് സർ? ഈ സ്പീഷീസ്, ജീനസ്, ഫാമിലി ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ് അല്ലെ. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ഏതാ? ഇതിനെ നമ്മൾ ഈ ക്യാരക്ടർ നോക്കിയിട്ട് ഈ ജീവി ഇന്ന വിഭാഗത്തിൽ, ഈ ജീവി ഇന്ന ഫാമിലി, പിന്നെ ഫെലിഡെ, കാനിഡെ അതായത് ഡോഗ്, നമ്മുടെ ടൈഗർ ഒക്കെ ഇന്ന ഫാമിലി, ഇങ്ങനെ നമ്മൾ ക്യാരക്ടർ നോക്കിയിട്ട് ഇങ്ങനെ തരംതിരിക്കുക. എന്തിനാ സർ ഇങ്ങനെ തരംതിരിക്കുന്നത്? നമ്മൾ പഠിച്ചു വൈ ഷുഡ് ബി ക്ലാസിഫൈ ദീസ് ഓർഗാനിസം ടു സ്റ്റഡി ഈസിലി. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്റ്റഡി ഓൾ ലിവിംഗ് ഓർഗാനിസം പ്രസന്റ് ഓൺ ദ വേൾഡ്. It is impossible to study each and every organism present on the earth. ഓരോ ജീവിനെ കുറിച്ചും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ക്യാരക്ടർ നോക്കിയിട്ട് ആ ജീവിയെ ഇന്ന വിഭാഗത്തിലാക്കി, ഈ ജീവിയെ ഇന്ന വിഭാഗത്തിലാക്കി. ഫെലിഡയിൽ ഇന്നതാളുണ്ട്, കാർണിവോറയിൽ ഇന്നാണ്. അപ്പൊ കാർണിവോറയെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, ഫെലിഡയെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അതിൽ വരുന്ന എല്ലാ ജീവികൾക്കും ഏകദേശം സെയിം ക്യാരക്ടർ, ആ ക്യാരക്ടർ അടിസ്ഥാനത്തിലാണല്ലോ ഇവ അറേഞ്ച് ചെയ്തത്. അപ്പൊ എന്തിനാണ് ഈ ജീവികളെ ക്ലാസിഫൈ ചെയ്തത്? ടു സ്റ്റഡി ഈസിലി. ടു സ്റ്റഡി ഈസിലി. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്തത് എന്താണ്? ക്ലാസ് ആണ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡർ ഹാവിംഗ് സം കോമൺ ക്യാരക്ടർ. നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, ജീനസ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ്, ഫാമിലി. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഡർ ഈസ് കാൾഡ് ക്ലാസ് അല്ലെ. ഇനി ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഡർ ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയും. ഇനി നോക്കാം മക്കളെ, കാർണിവോറ എന്ന് പറഞ്ഞാൽ എന്താ?
ഓർഡർ ആണ്. പ്രൈമേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡർ ആണ്. ഈ പ്രൈമേറ്റിൽ ആരൊക്കെയുണ്ട്? ഗിബ്ബൺ ഉണ്ട്, ഗോറില്ല ഉണ്ട്, മങ്കി ഉണ്ട്, പിന്നെ ആരുമുണ്ട്? നവാസും ഉണ്ട്, ഈ കാണുന്ന നിങ്ങളുമുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമേറ്റ എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്. മനുഷ്യന്റെ ഫാമിലി ഏതാ? ഹോമിനിഡേ. ഹോമിനിഡേ എന്ന് പറയുന്ന ഫാമിലി ഏതിന്റെ കീഴിലാണ് വരുന്നത്? പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ കാർണിവോറ എന്ന് പറയുന്ന ഓർഡറും പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറും ഒരു പൊതു സ്വഭാവങ്ങൾ. പ്രൈമേറ്റിൽ ആരൊക്കെയുണ്ട്? ഗിബ്ബൺ, ഗോറില്ല, മങ്കി. ചിത്രങ്ങൾ കാണാം. ഗിബ്ബൺ വരട്ടെ, വാവ്. ഗോറില്ല വരട്ടെ, സൂപ്പർ അല്ലെ. അടുത്ത മങ്കി വരട്ടെ, എക്സാക്ട്. ഇവന്മാരൊക്കെ ഏതിലാ വരുന്നത്? പ്രൈമേറ്റിലാണ് വരുന്നത്. ആരിലാണ് വരുന്നത്? പ്രൈമേറ്റ്. ആരുൾപ്പെടെ? ഇവൻ ഉൾപ്പെടെ. നല്ല ഭംഗി കാണാൻ. പ്രൈമേറ്റിലെ വരുന്ന ഇവന്മാർ ഉൾപ്പെടെ. ഇവന്മാര് ഒരു കോമൺ ക്യാരക്ടർ കാണിച്ചു. ഇവന്മാരുടെ പ്രത്യേകത എന്താ? എല്ലാം മാമൽസ് ആണ്, സസ്തനികളാണ്. സോ കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ, പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡർ കമ്മിങ് അണ്ടർ സെയിം ക്ലാസ്. ക്ലാസിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? മമേലിയ, സസ്തനികൾ. എന്താണ് സസ്തനികൾ? പ്രസവിക്കുന്ന പാല് കൊടുക്കുന്ന ജീവികളെ വിളിക്കാം. ചുരുക്കി പറയട്ടെ, സസ്തനികൾ എന്ന് പറയും. മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ്. മാമറി ഗ്ലാൻഡ് ഉള്ള പ്രസവിക്കാൻ കഴിയുന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. എക്സെപ്ഷനുടെ മുട്ടയിടുന്ന സസ്തനികൾ. ഏതറിയോ മുട്ടയിടുന്ന സസ്തനി? പ്ലാറ്റിപ്പസ്, എക്കിഡിന, അവന്മാരൊക്കെ മുട്ടയിടുന്ന സസ്തനി. എക്സെപ്ഷൻ ഉണ്ട്. സാധാരണ പൊതുവായിട്ട് നമ്മൾ പറയുന്ന പ്രസവിക്കാൻ കഴിയുന്ന, പാല് കൊടുക്കാൻ, നൗറിഷ്മെന്റ് കൊടുക്കാൻ കഴിയുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് എന്ത്? മാമൽസ്. അപ്പൊ ക്ലാസ് മമേലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ് ആണ്. ആ മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഓർഡർ കാർണിവോറയും പ്രൈമേറ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് മമേലിയയിൽ ഇവന്മാർ രണ്ടുപേരും ഉൾപ്പെടുത്തി? രണ്ടുപേർക്കും പ്രസവിക്കാനും കഴിയും, മുലപ്പാല് കൊടുക്കാനും മീൻസ് മാമറി ഗ്ലാൻഡ് മീൻസ് അത് കൊടുക്കാനും കഴിയും. അതുകൊണ്ടാണ് അവയെ എന്ത് പഠിച്ചത്? ഏത് ക്ലാസ്സിൽ പഠിച്ചത്? മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിച്ചത്. ഇതോടുകൂടി ഏത് കഴിഞ്ഞു? ക്ലാസ്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കും മക്കളെ. ഒരു എക്സാമ്പിൾ നോക്കും മക്കളെ. പാന്തിറ ടൈഗ്രിസ് ജീനസിന്റെ സ്പീഷീസിലാണ് ഇവിടെ അല്ലെ. പാന്തിറ ടൈഗ്രിസ് എന്താ? കോമൺലി വാട്ട് വി കോൾ ആസ് ടൈഗർ അല്ലെ. അപ്പൊ ഇവന്റെ സ്പീഷീസ് ഏതാ? ടൈഗ്രിസ്. ജീനസ് ഏതാ? പാന്തിറ ടൈഗ്രിസിന്റെ ഫാമിലി ഏതാ? ഫെലിഡേ ആണോ? കാനിഡേ ആണോ? ഫെലിഡേ ആണോ? കാനിഡേ ആണോ? ഫെലിഡേ. ഇവന്റെ ഓർഡർ ഏതാ? കാർണിവോറ. ഇവന്റെ ഓർഡർ ക്ലാസ് ഏതാ? മമേലിയ. അത്രല്ലേ ഉള്ളൂ. ഏത് ക്ലാസ്സിലാണ് ഇവൻ വരുന്നത്? മമേലിയ. ഈ ക്ലാസ് മമേലിയയിലാണ് ടൈഗർ വരുന്നത്. ആരോടൊപ്പം? പ്രൈമേറ്റിനോടൊപ്പം. അല്ല മക്കളെ, അല്ലേ? അപ്പൊ എളുപ്പമാണ് ഇത്, ഭയങ്കര എളുപ്പമാണ്. അപ്പൊ സാറ് ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിക്കാൻ അവസാനം ചോദിക്കാം, അപ്പൊ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ക്ലാസ്? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡർ ഹാവിംഗ് സം കോമൺ ക്യാരക്ടർ. ഏകദേശം സെയിം ഓർഡറിൽ വരുന്ന കോമൺ ക്യാരക്ടറുകൾ കാണിക്കുന്ന ജീവികളെല്ലാം ഏതിലാണ് വരുന്നത്? ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഓർഡർ കാർണിവോറയിൽ ആരൊക്കെയുണ്ട്? ഫെലിഡേ, കാനിഡേ ഒക്കെ വരുന്ന ഓർഡർ കാർണിവോറയില്. പ്രൈമേറ്റില് മനുഷ്യന്, ഗിബ്ബണ്, ഗോറിലേക്ക്, മങ്കിയൊക്കെ വരുന്ന പ്രൈമേറ്റില് കമ്മിങ് അണ്ടർ സെയിം ക്ലാസ്. ഏത് ക്ലാസ്സിലാണ് വരുന്നത്? മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫൈലത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫൈലത്തെ കുറിച്ച്. പിന്നെ ആരെ കുറിച്ച് ഡിസ്കസ് ചെയ്യും? കിങ്ഡത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓർമ്മയുണ്ടോ മക്കളെ? ഫൈലത്തിന് ചെടികളിൽ പ്ലാന്റ്സിൽ നമ്മൾ ഫൈലത്തിന് നമ്മൾ ആൾട്ടർനേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൽ നമ്മൾ എന്ത് വിളിക്കും? ഡിവിഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഫൈലത്തിന് പകരം പ്ലാന്റ്സിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡിവിഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുക. അപ്പൊ എന്താണ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡർ ക്ലാസ്? അപ്പൊ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ് ഈസ് കാൾഡ് എന്ന് മക്കളെ ഫൈലം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലത്തെ കുറിച്ചാണ്. എന്താണ് ഫൈലം? അപ്പൊ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഹാവിംഗ് സം കോമൺ ഫീച്ചേഴ്സ് ആർ കാൾഡ് ആസ് ജീനസ്. Group of closely related genus having some common features is called family. Group of closely related family having some common feature is called order. Group of closely related order having some common feature is called class. ഇനി എന്താണ്? ഫൈലം. ഫൈലം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ് അല്ലെ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡർ ഈസ് കമ്മിങ് അണ്ടർ ക്ലാസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ് കമ്മിങ് അണ്ടർ സെയിം ഫൈലം. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ് ഹാവിംഗ് സം കോമൺ ഫീച്ചേഴ്സ്. അപ്പൊ റിലേറ്റ് ചെയ്ത ഏകദേശം റിലേറ്റഡ് ക്ലാസ്സുകളെല്ലാം ഒരേ ഏതിലും പെടുത്തുന്നു? ഫൈലത്തിൽ പെടുത്തുന്നു. ഓക്കെ, അപ്പൊ ചെടികളുടെ കേസിൽ പ്ലാന്റ്സിന് പകരം നമ്മൾ ഫൈലത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഏതാണ് മക്കളെ? ഡിവിഷൻ എന്നുള്ള പദം. അപ്പൊ ഒന്ന് വായിക്കാം മക്കളെ. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ജീനസ് വരും. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ഫാമിലി വരും. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലി ഓർഡറിൽ വരും. ഹാവിംഗ് സം കോമൺ ഫീച്ചർ എന്ന് ഇതിനെ
ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഡർ ക്ലാസ്സിൽ വരും. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ക്ലാസ് ഹാവിംഗ് സം കോമൺ ഫീച്ചർ ഈസ് കോൾഡ് ഫൈലം. അപ്പൊ ചെടികളുടെ കേസിലോ ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ക്ലാസസ് വിത്ത് ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻഡ് ടു, അങ്ങനെ ഏകദേശം സിമിലർ ക്ലാസ്സിൽ വരുന്ന പ്ലാന്റ്സിനെയൊക്കെ സിമിലർ ക്ലാസ്സിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ സെയിം ആണെങ്കിൽ ഒരേ ഏതിൽ പെടുത്തും? ഡിവിഷൻ. അപ്പൊ ഫൈലത്തിന് പകരം പ്ലാന്റ്സിൽ നമുക്ക് ഏത് ടേം യൂസ് ചെയ്യാം? ഡിവിഷൻ യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് ഫൈലം പറഞ്ഞു? ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ക്ലാസ് ആണ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ക്ലാസ് ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡിവിഷൻ യൂസ് ചെയ്യും. ഇനി ലാസ്റ്റ് വൺ ഏതാണ്? ഫൈലം. ഫൈലം ഇപ്പൊ നമ്മളൊക്കെ ഏത് ഫൈലത്തിലാണ് സർ വരിക? സർ മമേലിയ ഏത് ഫൈലത്തിലാണ് വരിക? മമേലിയ വരുന്ന ഫൈലത്തിന്റെ പേരാണ് കോർഡേറ്റ എന്ന് പറയും. നട്ടലുള്ള ജീവികൾ എന്ന് പറയും. നട്ടലില്ലാത്ത ജീവികൾ കുറെ ഫൈലുണ്ട്. പോറിഫറ, നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിനിമിതസ്, അതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. തൽക്കാലം മനസ്സിലാക്കാം നമ്മൾ വരുന്ന ഫൈലം, അതായത് ക്ലാസ് മമേലിയ ഒക്കെ വരുന്നത് ഏത് ഫൈലത്തിന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ പറയാം കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിന് കീഴിലാണ് നമ്മൾക്ക് വരുന്നത്. ഫൈലം കോർഡേറ്റ. അത്ര പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ അടുത്ത ചാപ്റ്റർ പറയുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാണ്, ഈ വീഡിയോ ഒന്നുകൂടി കാണുന്നത് എന്തായാലും മനസ്സിലാവും. അപ്പൊ ഫൈലം കോർഡേറ്റയിലാണ് നമ്മളൊക്കെ പെടുന്നത്, മനുഷ്യനെ. അപ്പൊ ഫൈലം കോർഡേറ്റയിൽ വരുന്നത് ആരാണ്? ക്ലാസ് മമേലിയ വരുന്നുണ്ട്. ക്ലാസ് മമേലിയയിൽ ഏതൊക്കെ ഓർഡർ വരുന്നത്? ഓർഡർ പ്രൈമേറ്റ് വരുന്നുണ്ട്, ഓർഡർ കാർണിവോറ വരുന്നുണ്ട്. അപ്പൊ ഓർഡർ കാർണിവോറയും ഓർഡർ പ്രൈമേറ്റയും ഒക്കെ ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ക്ലാസ് മമേലിയാണ്. ക്ലാസ് മമേലിയ വരുന്നത് ഏത് ഫൈലത്തിലാണ്? കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിലാണ്. ഓക്കെ, അപ്പൊ ചെടികളുടെ കേസാണെങ്കിൽ ഫൈലത്തിന് പകരം യൂസ് ചെയ്യുന്ന ടേം ഏതാണ്? റിലേറ്റഡ് ക്ലാസ് ആർ കമ്മിങ് ആണ്. ചെടികളുടെ കേസിലാണെങ്കിൽ സസ്യങ്ങളുടെ കേസാണെങ്കിൽ ദേ ആർ കമ്മിങ് ആണ് ഡിവിഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കിങ്ഡം എന്ന് പറയും. കിങ്ഡം എന്നല്ല, കിങ്ഡം. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഫൈലം ആർ കമ്മിങ് അണ്ടർ ആനിമൽ കിങ്ഡം. ഗ്രൂപ്പ് ആൾ ആനിമൽ ബിലോങ്ങിങ് ടു വാരിയസ് ഫൈലം. എല്ലാ ഫൈലം, കുറെ ടൈപ്പ് ഫൈലം ഉണ്ട്. ഫൈലം പോറിഫറ, ഫൈലം നിഡേറിയ, ഫൈലം ടീനോഫോറ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ആ പ്ലാറ്റിഹെൽമിന്തസിലാണ് കേട്ടോ നമ്മുടെ പ്ലനേറിയ വന്നത്. ഓർമ്മ ഈ ചാപ്റ്റർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പ്ലനേറിയ റീജനറേഷൻ കാണിക്കുന്ന പ്ലനേറിയ, ഫ്ലാറ്റുവം എന്നറിയപ്പെടുന്ന പ്ലനേറിയ. അത് വരുന്ന ഫൈലം നട്ടലില്ലാത്ത ജീവിയായ നട്ടലില്ലാത്ത വിഭാഗമായ ഫൈലം പ്ലാറ്റിഹെൽമിന്തസിലാണ് വരുന്നത്. അപ്പൊ പോറിഫറ എന്ന് പറയുന്ന ഫൈലുണ്ട്, നിഡേറിയ എന്ന് പറയുന്ന ഫൈലുണ്ട്, ടീനോഫോറ എന്ന ഫൈലുണ്ട്, പ്ലാറ്റിഹെൽമിന്തസ് ഉണ്ട്, ആഷ്കെൽമിന്തസ് ഉണ്ട്, അനിലിഡ് ഉണ്ട്. എർത്തുവം വരുന്നത് അനിലിഡയിലാണ്. ആർത്രോപോഡ് ഉണ്ട്, നമ്മുടെ പ്രാണികളൊക്കെ വരുന്നത് ആർത്രോപോഡ്. മൊളുസ്ക ഉണ്ട്, നമ്മുടെ ഒച്ചൊക്കെ വരുന്നത് മൊളുസ്കയാണ്. എക്കിനോഡോർമേറ്റ, സ്റ്റാർ ഫിഷ് വരുന്ന വിഭാഗമാണ് എക്കിനോഡോർമേറ്റ. പിന്നെ ഹെമികോർഡേറ്റ് ഉണ്ട്, കോർഡേറ്റ് ഉണ്ട്. ഇതൊക്കെ വ്യത്യസ്ത ഫൈലങ്ങളാണ്. നമ്മൾ വരുന്ന ഫൈലം ഏതാ? കോർഡേറ്റ. ഈ എല്ലാ ഫൈലും കൂടി എല്ലാ ഫൈലും വരുന്നത് ഒരൊറ്റ കിങ്ഡത്തിലാണ്. ആ കിങ്ഡത്തിന്റെ പേരാണ് ആനിമൽ കിങ്ഡം എന്ന് പറയും. അപ്പൊ ആനിമൽ കിങ്ഡത്തിനകത്ത് ധാരാളം ഫൈലുണ്ട്. ഓരോ ഫൈലത്തിനും അതിൻ്റെതായ ക്ലാസ് ഉണ്ട്, ഓരോ ക്ലാസ്സിനും അതിൻ്റെതായ ഓർഡർ ഉണ്ട്, ഓരോ ഓർഡറിനും അതിൻ്റെതായ ഫാമിലി ഉണ്ട്, ഓരോ ഫാമിലിക്കും അതിൻ്റെതായ ജീനസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? സ്പീഷ്യസ് ഉണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ സാർ ഒരു കാര്യം ചോദിച്ചോളൂ സർ, ഗ്രൂപ്പ് ഓഫ് ആനിമൽ ബിലോങ്ങിങ് ടു വാരിയസ് ഫൈലം ഈസ് കോൾഡ് കിങ്ഡം ആനിമല. ആനിമലിയ എന്ന് പറയും. എങ്ങനെ ആനിമൽ കിങ്ഡം പറയും? സർ ഗ്രൂപ്പ് ഓഫ് ഡിവിഷൻ ആണെങ്കിലോ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഡിവിഷൻ ആർ കമ്മിങ് അണ്ടർ പ്ലാന്റ് കിങ്ഡം. കാരണം ചെടികളുടെ ഫൈലത്തിന് പകരം ഉപയോഗിച്ച് ചെയ്യുന്ന ടേം ഏതാ? ഡിവിഷൻ ആണ്. വായിക്ക്, all plants belongs to various division is called plant kingdom അല്ലെങ്കിൽ kingdom plant എന്ന് പറയും. സോറി, kingdom plant എന്ന് വിളിക്കാം. എന്ത് മനസ്സിലാക്കുക? kingdom plant. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ഓരോ കിങ്ഡം, ആനിമൽ കിങ്ഡം ഉണ്ട്, പ്ലാന്റ് കിങ്ഡം ഉണ്ട്. ഓരോ കിങ്ഡത്തിനകത്തും ധാരാളം ഫൈലം ഉണ്ട്, ഓരോ ഫൈലത്തിനകത്തും ധാരാളം ക്ലാസ് ഉണ്ട്, ഓരോ ക്ലാസ്സിനും വ്യത്യസ്ത ഓർഡർ ഉണ്ട്, ഓരോ ഓർഡറിലും വ്യത്യസ്ത ഫാമിലി ഉണ്ട്, ഓരോ ഫാമിലി വ്യത്യസ്ത ജീനസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും ലോകത്തുള്ള എല്ലാ പട്ടിയും പൂച്ചയും മനുഷ്യനും ഒക്കെ വരുന്നത് ഏതിലാണ്? കിങ്ഡം ആനിമേലിയനാണ്. അവിടെ വ്യത്യാസങ്ങളും എല്ലാ ആനിമൽസും വരുന്നത് ആനിമൽ കിങ്ഡത്തിലാണ്, അല്ലെ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക മക്കളെ? ശ്രദ്ധിച്ചു കേൾക്കുക. സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടുമോ കുറയുമോ? കൂടും. സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടും. കിങ്ഡത്തിൽ നിന്ന് സ്പീഷ്യസിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കുറയും. അപ്പൊ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിന് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോവാ. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം എന്ന് പഠിച്ചു പോകുമ്പോൾ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടും, വ്യത്യാസം കൂടും, സാമ്യത കുറയും. എല്ലാ തരത്തിലുള്ള ജീവികളും ഏതിനകത്തുണ്ട്? കിങ്ഡത്തിനകത്തുണ്ട്. അപ്പൊ കോമൺ ക്യാരക്ടർ, പൊതു സ്വഭാവം കുറവായിരിക്കും ഏതിൽ എന്ന് പറയുന്നത്? കിങ്ഡത്തിൽ എന്ന് പറയുന്നത്.
ആനിമൽസ് തമ്മിൽ ഷെയർ ചെയ്യുന്ന കോമൺ ക്യാരക്ടർ കുറവായിരിക്കും ഏതെന്ന് പറയുന്നത് കിങ്ഡത്തിൽ എന്ന് പറയും. ഒന്നുകൂടി പറയാം. സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടും, വ്യത്യാസം കൂടും, സാമ്യത കുറയും. ഒന്നുകൂടി പറയാം. കിങ്ഡത്തിൽ നിന്ന് സ്പീഷ്യസിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കുറയും, വ്യത്യാസം കുറയും, സാമ്യത കൂടും. ഒന്നുകൂടി പറയാം അല്ലെ. സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടും, വ്യത്യാസം കൂടും, സാമ്യത കുറയും. കിങ്ഡത്തിൽ നിന്ന് സ്പീഷ്യസിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കുറയും, വ്യത്യാസം കുറയും, സാമ്യത കൂടും. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കാണുന്ന ഡയലോഗ് നിർബന്ധമായിട്ടും വായിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, എങ്ങനെ ഫാമിലി, ഓർഡർ, ജീനസ്, പിന്നെ ക്ലാസ്. ഇതിൽ ഏറ്റവും ക്ലാസ്, ഫാമിലി, ഓർഡർ, ജീനസ്, ഇത് ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടേഴ്സ്, സാമ്യതകൾ കാണിക്കുന്ന, പൊതു സ്വഭാവം കാണിക്കുന്ന ഏത് ജില്ലാണ്? ജീനസിലാണ്. ഏറ്റവും കൂടുതൽ ജീവികളുടെ ക്ലാസ്സിലാണ്. ഏറ്റവും കൂടുതൽ വ്യത്യാസം കാണിക്കുന്ന ജീവികൾ ഏതാണ്? ക്ലാസ് ആണ്. ഇത് അറേഞ്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. എൻട്രൻസ് ബേസിലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്രയും മനസ്സിലായല്ലോ. വളരെയധികം എളുപ്പമാണ് ഏതെന്ന് പറയുന്നത് ലിവിംഗ് വേൾഡിലെ ഈ ടോപ്പിക് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ പറയും, പട്ടിയുടെ ഫാമിലി ഏതാ? കാനിഡേ. ടൈഗറിന്റെ ഫാമിലി ഏതാ? ഫെലിഡേ. മനുഷ്യന്റെ ഫാമിലി ഏതാ? ഹോമിനിഡേ. ഈ ഫെലിഡേയും കാനിഡയൊക്കെ വരുന്ന ഓർഡർ ഏതാ? പ്രൈമേറ്റ. മനുഷ്യന്റെ ഓർഡർ ഏതാ? സോറി, ഫെലിഡേയും കാനിഡയും വരുന്ന ഓർഡർ ഏതാ? സോറി ട്ടോ, കാർണിവോറ. മനുഷ്യന്റെ ഓർഡർ ഏതാ? പ്രൈമേറ്റ. ആ പ്രൈമേറ്റിലാണ് മങ്കിയും ഗിബണും ഗോറിലയും വരുന്നത്. ഈ ഓർഡർ പ്രൈമേറ്റയും ഓർഡർ പിന്നെ എന്തുവാ പറയാ, പ്രൈമേറ്റയും ഓർഡർ പിന്നെ കാർണിവോറയും കമ്മിങ് അണ്ടർ സെയിം ക്ലാസ്. ഏത് ക്ലാസ്സിലാണ് വരുന്നത്? മമേലിയ. ഈ ക്ലാസ് മമേലിയ വരുന്ന ഏത് ഫൈലത്തിലാ? കോർഡേറ്റ. എല്ലാ ഫൈലും കമ്മിങ് അണ്ടർ ഏത് കിങ്ഡത്തിലാ? ആനിമൽ കിങ്ഡം. അപ്പൊ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടും, വ്യത്യാസം കൂടും, സാമ്യത കുറയും. കിങ്ഡത്തിൽ നിന്ന് സ്പീഷ്യസിലേക്ക് വരുമ്പോൾ ജീവികളുടെ എണ്ണം കുറയും, സാമ്യത കൂടും, വ്യത്യാസം എന്ത് ചെയ്യും? കുറയും. ഇത്രയും കാലം മനസ്സിലായല്ലോ. ഇനി മക്കളെ കുറച്ച് ഒരു എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ഓർമ്മ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ പറ. ഓക്കെ, ആദ്യം നമ്മൾ പാന്തിറ ടൈഗ്രീസ്, ടൈഗറിനെ കുറിച്ചാണ് പറയുന്നത്. ടൈഗർ നമ്മൾ എന്ത് പറയും? പാന്തിറ ടൈഗ്രീസ് എന്ന് പറയും. ജീനസ് നെയിം, സ്പീഷീസ് നെയിം കഴിഞ്ഞാടുന്നു കേട്ടോ. അപ്പൊ പറയൂ, ദി കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. പറയും. നമ്മുടെ പാന്തിറ ടൈഗ്രീസിന്റെ സ്പീഷീസ് നെയിം ഏതാണ്? പാന്തിറ ടൈഗ്രീസിന്റെ ടൈഗ്രീസ്. ജീനസ് ഏതാണ്? പാന്തിറ. അല്ല മക്കളെ. അപ്പൊ പറയും, പാന്തിറ ടൈഗ്രീസ് വരുന്ന ഫാമിലി ഏതാണ്? ആലോചിച്ച് നോക്കൂ. ടൈഗർ വരുന്ന ഫാമിലി ഏതാ? ടൈഗറും ലയണും ലെപ്പാർഡൊക്കെ വരുന്ന ഏതാണ്? പറയൂ, അത് തന്നെയാണ് ഫെലിഡേ അല്ലേ? ഇവർ വരുന്ന ഓർഡർ ഏതാണ്? അതെ, കാർണിവോറ. ഓർഡർ ഏതാണ്? കാർണിവോറ അല്ലേ? ഓർഡർ കാർണിവോറ. ഇത് വരുന്ന കാർണിവോറ. ക്ലാസ് ഏതാണ്? മമേലിയ. അല്ല മക്കളെ, മമേലിയ. ഈ മമേലിയ വരുന്ന ഫൈലം ഏതാണ്? കോർഡേറ്റ. ഇത് വരുന്ന കിങ്ഡം ഏതാണ്? ആനിമേലിയ. അല്ല മക്കളെ, ഇത് ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ആനിമൽ കിങ്ഡത്തിലെ ഫൈലം കോർഡേറ്റയിലെ, ക്ലാസ് മമേലിയയിലെ, ഓർഡർ കാർണിവോറയിലെ, ഫാമിലി ഫെലിഡയിലെ, ജീനസ് പാന്തിറയിലെ, സ്പീഷീസ് ടൈഗ്രീസ്. ഇതാണ് ഏതിന്റെ? ടൈഗറിന്റെ എന്ത്? ടാക്സോണമിക്കൽ ഹയറാർക്കി. ഇതേപോലെ തന്നെയല്ലേ ലെപ്പാർഡും? പാന്തിറ, പാർഡസ്, ഫെലിഡെ, കാർണിവോറ, മമേലിയ, കോർഡേറ്റ. ഇതേപോലെ തന്നെ ലിയോ, പാന്തിറ, ലിയോ, ഫെലിഡെ, കാർണിവോറ, മമേലിയ, കോർഡേറ്റ. അനിമൽ. എളുപ്പമല്ലേ? ഇനി അടുത്ത നമുക്ക് ആരെ കുറിച്ച് പഠിക്കാം? ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ആദ്യം മനുഷ്യന്റെ നോക്കിയാലോ? ഓക്കെ, മനുഷ്യന്റെ നോക്കാവേ. അപ്പൊ മനുഷ്യന്റെ ശാസ്ത്രനാമം എന്തായിരുന്നു? ഹോമോസാപ്പിയൻസ്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഹോമോസാപ്പിയൻസ് എന്നില്ലേ? അപ്പൊ ജീനസ് ഏതാണ്? ഹോമോ. സ്പീഷീസ് ഏതാ? സാപ്പിയൻസ്. അപ്പൊ ഇത് സ്പീഷീസ്. ആദ്യ സ്പീഷീസ് ആണ്. സ്പെല്ലിംഗ് തെറ്റിപ്പോയി. സാപ്പിയൻസ്. ജീനസ് ഏതാ? ഹോമോ. മനുഷ്യന്റെ പിന്നെ ഫാമിലി ഏതായിരുന്നു? ഹോമിനിഡേ. നേരത്തെ പറഞ്ഞതിലെ ഹോമിനിഡേ. മനുഷ്യന്റെ ഓർഡർ ഏതായിരുന്നു? പ്രൈമേറ്റ. മനുഷ്യന്റെ ക്ലാസ് ഏതായിരുന്നു? മമേലിയ. ഈ മമേലിയയിൽ തന്നെയല്ലേ മക്കളെ ടൈഗറും വന്നത്? അതെ. ഫൈലം ഏതായിരുന്നു? കോർഡേറ്റ. ഈ കോർഡേറ്റയിൽ തന്നെയല്ലേ മക്കളെ ടൈഗറും ലയണും ലെപ്പാർഡൊക്കെ വന്നത്? കിങ്ഡം ഏതാ? ആനിമേലിയ. അല്ല മക്കളെ? അതെ. അപ്പൊ ആലോചിച്ച് നോക്കും മക്കളെ, ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടും. കാരണം കിങ്ഡത്തിന് ടൈഗർ ഉണ്ട്, ലയൺ ഉണ്ട്, ലെപ്പാർഡ് ഉണ്ട്, ലോകത്ത് എല്ലാ ആനിമൽസിലും ഉണ്ട്. അപ്പൊ അടിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജീവികളുടെ എണ്ണം കൂടും, സാമ്യത കുറയും, വ്യത്യാസം കൂടും. കിങ്ഡത്തിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ജീവികളുടെ എണ്ണം കുറയും, വ്യത്യാസം കുറയും, സാമ്യത കൂടും. ഇതേപോലെ ബാക്കിയുള്ള ജീവികളെ നിങ്ങൾ പഠിക്കണം.
ഇതേപോലെ ബാക്കിയുള്ള ജീവികൾ നിങ്ങൾ പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഞാനൊരു ബോക്സ് ഇവിടെ കാണിക്കാം. ഓക്കെ, ഒരു ബോക്സ് ഇവിടെ കാണാം. സ്ക്രീനിൽ നോക്കൂ മക്കളെ, ഒരു ബോക്സ് കാണാം. ഇപ്പോ ഓർഗാനിസം വിത്ത് ദയർ ടാക്സോണമിക് കാറ്റഗറി, കുറെ ജീവികളും അതുമായി ബന്ധപ്പെട്ട ടാക്സോണമിക് കാറ്റഗറി അല്ലെ. ആദ്യം എന്താണ്? കോമൺ നെയിം എന്ന് ഇല്ലേ, കോമൺ നെയിം എന്ന സാധാരണ പേര്. രണ്ടാമത്തെ ബയോളജിക്കൽ നെയിം, ശാസ്ത്രനാമാണ് ഉദ്ദേശിച്ചത്. അടുത്തതോ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ബാർ, ഡിവിഷൻ. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. മാൻ, മനുഷ്യന്റെ ബയോളജിക്കൽ നെയിം എന്താ? ഹോമോ സാപ്പിയൻസ്. ശ്രദ്ധിച്ചു നോക്കിയോ, അത് ഇറ്റാലിക്സിലല്ലേ ഇട്ടത്? അതെ, എന്തുകൊണ്ട്? ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ. അണ്ടർലൈൻ ചെയ്യുന്നതും എന്ത് കാണിക്കാനും? ടു ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ. അടുത്ത ജീനസ്, മനുഷ്യന്റെ ജീനസ് ഏതാ? ഹോമോ. സ്പീഷീസ് ഏതാ? സാപ്പിയൻസ് അല്ലെ. ഫാമിലി ഏതാ? ഹോമിനിഡെ. ഓർഡർ ഏതാ? പ്രൈമേറ്റ. ക്ലാസ് ഏതാ? മമേലിയ. ഫൈലം ഏതാ? കോർഡേറ്റ. എന്തുകൊണ്ട് ഡിവിഷൻ എന്ന് പറയാത്തെ? അത് പ്ലാന്റ്സിലല്ലേ മക്കളെ പറയാ. നിർബന്ധമായിട്ടും ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ എന്നുള്ള വാക്കിന്റെ അർത്ഥം വീട് പാറിപ്പോകുക എന്നല്ല കേട്ടോ മക്കളെ. അതിന്റെ അർത്ഥം എന്താണ്? ഈച്ച എന്നാണ്. എന്താണ് മക്കളെ? ഈച്ച എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ നോക്കൂ, അതിന്റെ ശാസ്ത്രം നമ്മൾ നോക്കൂ. മസ്കാ ഡൊമസ്റ്റിക്ക. എന്ത്? മുസ്കാ ഡൊമസ്റ്റിക്ക അല്ല, മസ്കാ ഡൊമസ്റ്റിക്ക എന്നാണ് പറയുക. അതിന്റെ ജീനസ് നെയിം എന്താ? മസ്ക. സ്പീഷ്യസ് നെയിം എന്താ? ഡൊമസ്റ്റിക്ക. ജീനസ് എന്താ? മസ്ക. സ്പീഷ്യസ് ഡൊമസ്റ്റിക്ക. ഇനി ഫാമിലി നോക്കൂ, മ്യൂസിഡെ എന്ന് കണ്ടു അല്ലെ. എങ്ങനെ മനസ്സിലായത്? ആനിമലിന്റെ ഫാമിലി. ആനിമലിന്റെ ഫാമിലി ആണെങ്കിൽ അവസാനം, അതായത് സഫിക്സ് എന്നുള്ള പദം നമ്മൾ യൂസ് ചെയ്യാണ്. അവിടെ ഇഡേ എന്ന് ചേർക്കും. നോക്കൂ, മനുഷ്യൻ എന്താ? ഹോമിനിഡെ. ഇവന്റെ എന്താ? മ്യൂസിഡെ. ഇവന്റെ ഓർഡർ ഏതാ? ഡിപ്റ്റിറ. ഇവൻ വരുന്ന ക്ലാസ് ഏതാ? ഇൻസെക്റ്റ. ഫൈലം ഏതാ? ആർത്രോപോഡ. ഇതൊരു ഫൈലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആർത്രോപോഡ അറിയുന്ന ഫൈലം ഉണ്ട്, പോറിഫറ എന്ന് പറയും, കുറെ ഫൈലം ഉണ്ട്. നമ്മൾ വരുന്ന ഫൈലം ഏതാണ്? മനുഷ്യനൊക്കെ വരുന്ന കോർഡേറ്റയാണ്. പക്ഷെ ഹൗസ് ഫ്ലൈ വരുന്ന, ഹൗസ് ഫ്ലൈ ആണ് വീട് പറക്കുക എന്നല്ലേ, ഈച്ചയാണ്. ഹൗസ് ഫ്ലൈന്റെ ശാസ്ത്രനാമം എന്താ? മസ്കാ ഡൊമസ്റ്റിക്ക. ജീനസ് നെയിം മസ്ക, സ്പീഷ്യസ് നെയിം ഡൊമസ്റ്റിക്ക, ഫാമിലി മ്യൂസിഡെ അല്ലെ, മസ്കിഡെ, മ്യൂസിഡെ എന്നൊക്കെ പറയാറുണ്ട്. ഓർഡർ ഡിപ്റ്റിറ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം എന്താ മക്കളെ? ആർത്രോപോഡ. ഇനി അടുത്ത മാംഗോയിലേക്ക് എടുക്കാം. മാംഗോന്റെ ശാസ്ത്രനാമം നോക്കൂ. മാൻജിഫറ ഇൻഡിക്ക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലെ. ജീനസ് നെയിം എന്താ? മാൻജിഫറ. സ്പീഷ്യസ് നെയിം ആയി കാണിച്ചില്ല, നിങ്ങൾക്കറിയാം, ഇൻഡിക്ക. ഫാമിലി നോക്കൂ, അനാകാർഡിയേസിയെ അല്ലെ. ആന, കാറ്, അനാകാർഡിയേസിയെ. ഓർഡർ എന്താ? സാപ്പിൻഡെയിൽ. സാപ്പിൻഡെയിൽ എന്നാണ് ഓർഡർ. സാപ്പിൻഡെയിൽ എന്നാണ് ഓർഡർ. ക്ലാസ് എന്താണ്? വായിച്ചു നോക്കൂ. ഡൈക്കോട്ടിലിഡോനെ. ഡൈക്കോട്ടിലിഡോനെ. ഡിവിഷൻ ഏതാ? എന്താ സാറേ ഡിവിഷൻ എന്ന് പറയുന്നത്? എന്താ ഫൈലം പറയാത്തെ? അറിയാലോ എന്താന്നുള്ളത്. ആൻജിയോസ്പെർമെ. എന്ത്? ആൻജിയോസ്പെർമെ. അടുത്ത വീറ്റ്. അപ്പൊ മാംഗോന്റെ മാൻജിഫറ ഇൻഡിക്ക എന്നാണ്. അതിന്റെ ജീനസ് നെയിം മാൻജിഫറയാണ്. ഫാമിലി അനാകാർഡിയേസിയ ആണ്. ഓർഡർ എന്താണ്? സാപ്പിൻഡെയിൽ ആണ്. ക്ലാസ് എന്താ? ഡൈക്കോട്ടിലിഡോണയാണ്. ഡിവിഷൻ എന്താ? ആൻജിയോസ്പെർമയാണ് അല്ലെ. ഇനി അടുത്ത് നോക്കൂ, വീറ്റ് നോക്കൂ. വീറ്റ് ഗോതമ്പ് അല്ലെ. അതിന്റെ സയന്റിഫിക് നെയിം നോക്കൂ. ട്രിറ്റിക്കം ഏസ്റ്റിവം. ജീനസ് നെയിം ട്രിറ്റിക്കം, സ്പീഷ്യസ് നെയിം ഏസ്റ്റിവം. ഇനി നോക്കൂ, അതിന്റെ ഫാമിലി പൊയേസിയെ. എന്താ സർ? അനാകാർഡിയേസിയെ. പൊയേസിയെ. ഏസിയെ എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെ ഫാമിലിയാണ്? പ്ലാന്റ്സിന്റെ ഫാമിലിയാണ്. അതിന്റെ ഓർഡർ നോക്കൂ. പൊയയിൽ. എന്ത് മക്കളെ? പൊയയിൽ. പൊയയിൽ ALES അവസാനിക്കുന്ന കാണാം ഓർഡറിൽ. അടുത്ത ക്ലാസ് മോണോകോട്ടിലിഡോനെ എന്ന് പറയും. ഡിവിഷൻ ഏതാ? ആൻജിയോസ്പെർമി. നിർബന്ധമായിട്ടും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കുക. പറയാനുള്ള കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുക. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കാൻ അറിയോ? ചിലപ്പോൾ എന്ത് ചെയ്യും? ഫാമിലി ചിലപ്പോൾ എങ്ങനെ തരും? ഹൗസ് ഫ്ലൈ മ്യൂസിഡെ എന്ന് തരും. ഹൗസ് ഫ്ലൈ മ്യൂസിഡെ എന്ന് തരും. അങ്ങനെയാണെങ്കിൽ മാൻ എന്താന്ന് ചോദിക്കും? ഹൗസ് ഫ്ലൈ മ്യൂസിഡെ. അപ്പൊ മനസ്സിലാക്കാം, ഹൗസ് ഫ്ലൈന്റെ ഫാമിലിയാണ് ഏതെന്ന് പറയുന്നത്? മ്യൂസിഡെ എന്ന് പറയുന്നത്, മസ്കിഡെ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മാനിന്റെ ഫാമിലി ഏതാ? ഹോമിനിഡെ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരാ. മാംഗോ അനാകാർഡിയേസിയെ. മാങ്ങയുടെ ഫാമിലി അനാകാർഡിയേസി ആണെങ്കിൽ വീറ്റിന്റെ എന്താ? പൊയേസിയെ. ചിലപ്പോൾ പറയും മാംഗോ പിന്നെ സാപ്പിന്റെ. അപ്പൊ മനസ്സിലാക്കാം മാംഗോന്റെ ഓർഡർ ആണ് സാപ്പിന്റെ. അങ്ങനെ ആവുകയാണെങ്കിൽ വീറ്റിന്റെ എന്താണ്? പൊയേൽ. ഇത്രയേ ഉള്ളൂ പണി. അപ്പൊ നന്നായിട്ട് ആ ബോക്സ്, നേരത്തെ കാണിച്ച ബോക്സ് പഠിക്കണം. വളരെയധികം എളുപ്പമുള്ളതാണ്. എന്തായാലും അതിനകത്തുനിന്ന് ഒരു ചോദ്യം വരണം. ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ, ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ എനി 3. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാലോ, 5 ക്വസ്റ്റ്യൻസ് ആണല്ലോ. 5 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻസ് എന്താണ്? പിന്നെ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് എക്സാം ചെയ്താലേ എനി 3 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 5. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 1 മാർക്ക് അല്ലെ. അറിയുന്ന കാര്യമാണ്. അത് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ആൻസർ പറ. മാൻ, ഹോമോ സാപ്പിയൻസ്. അങ്ങനെയാണെങ്കിൽ ഹൗസ് ഫ്ലൈ എന്താ? മസ്കാ ഡൊമസ്റ്റിക്ക. ചിലപ്പോൾ മാൻ എന്ത്? ഹോമിനിഡെ. മനുഷ്യന്റെ ഫാമിലി ഹോമിനിഡെ ആണെങ്കിൽ ഈച്ചന്റെ. ഹൗസ് ഫ്ലൈന്റെ എന്താണ്? ഈച്ചന്റെ ഫാമിലി എന്താണ്? നിങ്ങൾക്കറിയാം ഈച്ചയുടെ ഫാമിലി എന്താണ്? ആലോചിച്ച് നോക്കൂ. ഈച്ചക്ക് ഒരു ഫാമിലി ഉണ്ട്. എന്താ?
മസ്കിഡ എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോൾ വീറ്റ് പൊയേൽ, ഗോതമ്പ് പൊയേൽ, എന്താ പൊയിൽ എന്ന ഓർഡർ ആണ്. അങ്ങനെ മാംഗോന്റെ എന്താ, മാംഗോന്റെ ഓർഡർ എന്താ, സാപ്പിന്റെ. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ലെസൺ 3ാമത്തെ എപ്പിസോഡാണ്, ചാപ്റ്റർ നമ്പർ 1 ലിവിംഗ് വേൾഡ് +1 സുവോളജിയിലെ. അപ്പൊ ഇതിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്ത ടാക്സോണമിക്കൽ കാറ്റഗറീസ്, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ടാക്സോൺ, റാങ്ക്, സ്പീഷ്യസ്, കിങ്ഡത്തിലേക്ക് പോകും, എന്താണ് ജീനസ്, എന്താണ് ഫാമിലി, പൊയേസി, അനാകാർഡീസിയ, സാപ്പിൻഡിയൽ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ, കുറെ ശാസ്ത്രനാമങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ഞാനൊരു ശാസ്ത്രനാമം പറയും, എന്താന്ന് പറയാൻ കഴിയോ? അത് ചോദിച്ചു. സൊളാനം ട്യൂബറോസം. പൊട്ടാറ്റോയാണ്, ടൊമാറ്റോയാണ്, പൊട്ടാറ്റോ അറിയുന്ന കാര്യമാണ്. അപ്പൊ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചു. പിന്നെ ഒരു വലിയൊരു ബോക്സ് പഠിച്ചു. നിർബന്ധമായിട്ടും ആ ബോക്സ് പഠിക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അതിനകത്ത് നിന്ന് എത്രയോ പ്രാവശ്യം എക്സാമിന് ചോദിക്കാറുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ ലെസൺ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ വീഡിയോ ലെസൺ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇതിൽ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അറിയാം വീഡിയോ ലെസൺ അപ്ലോഡ് ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ കണ്ടാൽ ഉടനെ തന്നെ അതിന് മറുപടി പറയുന്നതാണ്. മറ്റൊരു വീഡിയോ ലെസണിൽ 4ാമത്തെ എപ്പിസോഡ്, അവസാനത്തെ എപ്പിസോഡിന്റെ വീഡിയോ ലെസണുമായി കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഔട്ട്. ടേക്ക് കെയർ. ബൈ.